കമ്മ്യൂണിസം. എടാ, ഇത് മാട്ടുക്കട്ട സദാശിവന്റെ നാടാ. ഇവിടെ നിന്റെ പാർട്ടിയും വേണ്ട, കൊടിയും വേണ്ട. എടുത്തോണ്ടും പോടാ. വണ്ടിയൊക്കെ പഠിച്ചു വരുന്നതല്ല. ഒറ്റൊരുത്തിന് ഇവിടുന്ന് അനങ്ങി പോകരുത്. ഇനി ഇതിവിടെ പറക്കും. ഇതേലെങ്ങാനും തൊട്ടാ ഇവന് ഇവന് ഇന്നോട് തീർത്തലാടാ. നീയാണ് ഇവിടെ കൊടികുത്താൻ. വിപ്ലവം തുടങ്ങിയിട്ടുള്ളൂ സാറേ. സാറേ, ഇനി അവരെ വെച്ചോണ്ടിരുന്നാൽ നാട്ടുകാർ നമ്മൾ എവിടെ കത്തിക്കും. സമരക്കാർക്കിടയിൽ നിന്ന് ഓടിവന്ന് അപ്പനെ കെട്ടിപ്പിടിച്ച് കരയുന്ന കത്രീന എൻ്റെ കുഞ്ഞു പെങ്ങളാണെന്ന് ഞാൻ അറിയുന്നത് അന്നാണ്. ഞാൻ അപ്പനോടൊന്നും ചോദിച്ചില്ല. അവരുടെ കണ്ണീരിന് മുന്നിൽ എനിക്ക് ചോദ്യങ്ങളില്ലായിരുന്നു. സഖാക്കളെ, മലയോര കർഷകന്റെ വിയർപ്പ് വീണ് നനഞ്ഞ ഈ അടിവാരത്ത മണ്ണിൽ ആദ്യമായി ചെങ്കൊടി കുത്തിയത് സഖാവ് ഫിലിപ്പോസിന്റെ ഈ കരുത്തുറ്റ കൈകൾ കൊണ്ടാണ്. നമ്മുടെ പ്രിയപ്പെട്ട സഖാവ് ഫിലിപ്പോസിനെ നമ്മുടെ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയി തിരഞ്ഞെടുത്ത വിവരം സന്തോഷപൂർവ്വം അറിയിക്കട്ടെ. ഇൻകുലാബ് സിന്ദാബാദ്! ഇൻകുലാബ് സിന്ദാബാദ്! അങ്ങോട്ട് പോയി കളിച്ചു പോണേ. അങ്ങോട്ട് പോയി കളിച്ചു. ഇവളുടെ കാര്യം എങ്ങാനും അമ്മച്ചി അറിഞ്ഞ കത്രീനയെക്കുറിച്ചുള്ള സത്യം അറിയുന്നതിന് മുമ്പേ അമ്മച്ചി പോയി. പിന്നാലെ അപ്പനും. മരണം വരുമൊരു നാളോർക്കുക മത്യാനീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാനീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മൃതദേഹം പള്ളിയിലേക്ക് എടുക്കുകയാണ്. ഇനി ആരെങ്കിലും കാണാനുണ്ടോ? ഉണ്ട്. കത്രീന, അപ്പച്ചാ
ഇങ്ങോട്ട് വാ. കരയാതെ. വാ. ഇവളെ ഇവിടുന്ന് ഇറക്കി വിടുന്നോ അതോ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങണോ? അപ്പനും അമ്മയില്ലാത്ത കൊച്ച അതിനെ പെരുവഴി ഇറക്കി വിട്ടാൽ തമ്പുരാൻ പൊറുക്കുകയില്ല. അപ്പോ അപ്പൻ നമ്മുടെ അമ്മച്ചിയോട് ചെയ്ത് തെറ്റോ? അത് പൊറുക്കാൻ പറ്റുന്നതാണോ? ആ പൊറുക്കണ്ട. തെറ്റ് ചെയ്തതിനേക്കാളും വലിയ തെറ്റാ തെറ്റിന് കൂട്ടു നിൽക്കുന്നത്. അതിനിപ്പോ എന്നാ വേണം? വേണ്ട ചായ, ഞാൻ പൊക്കോളാം. എന്റെ പേരും പറഞ്ഞ് നിങ്ങൾ വഴക്കുണ്ടാക്കണ്ട. നീ മിണ്ടേരടി. നിങ്ങളൊക്കെ ഈ നിലയ്ക്ക് എത്തിക്കാൻ വേണ്ടി ഞാനും എൻ്റെ അപ്പനും കൂടെ അടിവാരത്തെ കാട്ടിക്കിടന്ന് കഷ്ടപ്പെട്ടത് 1 2 അല്ല 16 കൊല്ലമാ. ഞങ്ങൾ രണ്ടുപേരും രാവും പകലും ഉണ്ണാതെ ഉറങ്ങാതെ ഉണ്ടാക്കിയതുണ്ടാ നിനക്കൊക്കെ ഈ സിമ്പിളന്മാരെ കെട്ടിയന്മാരെ കിട്ടിയത്. പിന്നൊരു കാര്യം, ഇത് എന്റെ വേർപ്പോടെ കൂടെ ഉണ്ടാക്കിയ വീടാ. ഇവിടെ ആര് നിൽക്കണം പോണമെന്നൊക്കെ ഞാൻ തീരുമാനിക്കും. എന്നാ അലക്സ് ഒരു കാര്യം ചെയ്, നമുക്കുള്ളതെങ്കിൽ വീതം വെച്ച് തന്നേക്ക്. അളിയന്റെ വീട് ഇവിടെ കെട്ടിയപ്പോ തന്നെ തന്നല്ലോ 75 പവൻ. അങ്ങനെ 75 100 എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. ഇനിയും വേണേ തരാം. മരിക്കുന്നതിന് മുമ്പ് അപ്പൻ എഴുതി വെച്ചതാ. 3 പേർക്കും ആവശ്യത്തിനുണ്ട്. ഇതാ, ഇത് എന്റെ പേരിലുണ്ടായിരുന്നു. ഇതും 3 പേരും കൂടെ പങ്കിട്ട് തന്നു. ഇതിനെ ഞാനെടുത്തു. അപ്പന്റെ ജോലിയല്ല. എനിക്കവിടെ നാഴി മണ്ണുണ്ട്. ഞങ്ങൾ അവിടെ കഴിഞ്ഞോളാം. കേരള ചെല നീ എന്നാ വിഷമിച്ചിരിക്കുന്നത്? അപ്പച്ചനും കൂടെ പോയില്ലേ? ഇനി എനിക്ക് ആരോ ഉള്ളേ? അപ്പൊ പിന്നെ ഞാനാരാ? ഇനി ഞാനാ നിന്റെ അപ്പനും അമ്മച്ചും. കേട്ടോ, ഒന്ന് ഓർത്ത് വിഷമിക്കണ്ട. ഇങ്ങോട്ട് നോക്കിയേ, ചായനുണ്ടടി കേട്ടോ.